Hello future doctors, welcome to Eduport. ചില സ്റ്റുഡൻസിനെങ്കിലുള്ള ഡൗട്ട് ആയിരിക്കും ഈ നീറ്റ് എക്സാമിനേഷൻ ശരിക്കും എന്തിനുള്ള എക്സാം ആണ്? നീറ്റ് എക്സാം വഴി ഏതൊക്കെ കോഴ്സിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നത്? നീറ്റ് എക്സാമിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? എത്ര ക്വസ്റ്റ്യൻസ് ആണ്? ഏതൊക്കെ സബ്ജക്റ്റ് ആണ്? ഒരു 10th കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒരു പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ബ്രീഫ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് തരാം. നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലേക്കും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്കും അഡ്മിഷൻസ് ഈ നീറ്റ് എക്സാമിന്റെ റാങ്ക് വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, നീറ്റ് എക്സാം എന്ന് പറയുന്നത് +1 +2 കഴിഞ്ഞിട്ട് ഒരു സ്റ്റുഡൻറ്റ് എഴുതാൻ പോകുന്ന എക്സാം ആണ്. ഈ +2ന്റെ അഗ്രിഗേറ്റ് സ്കോർ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ സ്കോറായ 50% ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്ട്സ് എടുത്ത സ്റ്റുഡൻസിനാണ് ഈ നീറ്റ് എക്സാം എഴുതാൻ പറ്റുക. 3 മണിക്കൂറിന്റെ എക്സാം ആണ്. 720 മാർക്സ് എന്ന് പറഞ്ഞാൽ 180 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 45 ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, 45 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി ആൻഡ് 90 ക്വസ്റ്റ്യൻസ് ബയോളജി. ഈ 720 മാർക്കിൽ നിങ്ങളുടെ റാങ്ക് എവിടെയാണോ വരുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഓരോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലേക്കും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്കും അഡ്മിഷൻ വരുന്നത്. ഇനി നീറ്റ് എക്സാം വഴി നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിലേക്കാണ് അലോട്ട്മെന്റ് നടക്കുക എന്നുള്ളത് അറിയണ്ടേ? MBBS, BDS, BAMS, BHMS, BUMS, വെറ്റിനറി സയൻസ് എന്ന കോഴ്സുകളിലേക്കാണ് നീറ്റ് വഴി അഡ്മിഷൻ നടക്കുന്നത്. ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ മെഡിക്കൽ കോളേജസിലേക്കും ഈ നീറ്റിന്റെ റാങ്കും മാർക്കുമാണ് ചൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ കേരളത്തിൽ അഗ്രികൾച്ചറും ഫോറസ്ട്രി, ഫിഷറീസ് എന്നുള്ള കോഴ്സിലേക്കും ഈ നീറ്റ് എക്സാമിന് മാർക്ക് എടുക്കുന്നതായിരിക്കും. കൂടാതെ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ LBS വഴിയാണ് നഴ്സിംഗിനൊക്കെ അഡ്മിഷൻസ് വരുന്നത്. പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ നീറ്റിന്റെ സ്കോർ പരിഗണിച്ചേക്കാം. ഇന്ത്യയിൽ തന്നെ പല ബാക്കിയുള്ള കോളേജസിലൊക്കെ നീറ്റിന്റെ സ്കോർ ബേസിസിലാണ് നഴ്സിംഗിനും അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്കും അഡ്മിഷൻ നടക്കുന്നത്. പണ്ട് കാലത്ത് AIIMS മെഡിക്കൽ കോളേജിലേക്കും JIPMER മെഡിക്കൽ കോളേജിലേക്കൊക്കെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വെറും ഒരു എക്സാം മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ ലെവലിൽ നീറ്റ് എക്സാമിനേഷൻ ആണ്. AFMC, AIIMS, JIPMER എന്നുള്ള കോളേജിലേക്കുള്ള MBBS അഡ്മിഷൻസ് നീറ്റ് വഴി തന്നെയാണ് നടക്കുന്നത്. നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് MCC വഴിയായിരിക്കും നിങ്ങളുടെ അലോട്ട്മെന്റ്സ് എല്ലാം നടക്കുന്നുണ്ടാവുക. കേരളത്തിലെ അലോട്ട്മെന്റ്സ് എല്ലാം നടക്കുന്നത് കേരള എൻട്രൻസ് അല്ലെങ്കിൽ കീമിന്റെ അടിയിലാണ്. പക്ഷെ നിങ്ങൾക്ക് കീം എക്സാം എൻട്രൻസ് വേറെ തന്നെ എഴുതേണ്ട ആവശ്യമില്ല. നീറ്റിന്റെ എൻട്രൻസിന്റെ സ്കോർ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കേരള റാങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുവഴിയാണ് അഡ്മിഷൻ നടക്കുക. ഇനി ഓരോ കോളേജിലെ സീറ്റ് മെട്രിക്സ് പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലൊക്കെ 15% ഓൾ ഇന്ത്യ കോട്ടയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾ ഇന്ത്യ വഴിയാണ് അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. ബാക്കിയുള്ള 85% കേരളത്തിലുള്ള സ്റ്റുഡൻസിന് മാത്രമുള്ള കോട്ടയാണ്. അതിൽ നമുക്ക് ഓരോ കാറ്റഗറി വൈസ് റിസർവേഷൻ ഒക്കെ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും അവർക്ക് ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്നത് 15% ഉണ്ടാവും. ബാക്കിയുള്ള 85% അവരുടെ സ്റ്റേറ്റിലുള്ള നേറ്റീവ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരിക്കും. നീറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ബൈ.